നമസ്കാരം. 2025 എന്ന വർഷം ടെലികോം കമ്പനികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ വർഷമാണ്. 2024 അവസാനത്തെ ഒരു 4-5 മാസത്തെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇതിൽ തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 2025 ജൂണോടെ രാജ്യത്തുടനീളം 4G സർവീസ് ലഭ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് BSNL. അത് കഴിഞ്ഞാൽ 2025 അവസാനം, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇതേ സമയം BSNL 5Gയിലേക്കോ ചിലപ്പോൾ 6Gയിലേക്കോ എത്തുമെന്ന് പറയുന്നു. ജിയോയും എയർടെലും പോലുള്ള മറ്റുള്ളവരൊക്കെ തന്നെയും 5Gയിലേക്ക് ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. എന്നാൽ BSNL പതിയെയാണ് വരുന്നതെങ്കിലും ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇതൊരു വലിയ വാർത്തയാണെന്ന് തന്നെ പറയാം. അതാണ് ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന ഏറ്റവും പ്രത്യേകത ഉള്ള വാർത്ത എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ജിയോ കൈവിട്ട മിക്ക ആൾക്കാരും BSNLിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BSNLിൽ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഈ കണ്ട ജനങ്ങളൊക്കെ തന്നെയും ജിയോ, എയർടെൽ, VI പോലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ തന്നെ വരുന്നത് BSNLിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ BSNLിലേക്ക് വലിയ രീതിയിൽ തന്നെ കുത്തൊഴുക്ക് സംഭവിച്ചു. അതുകൊണ്ട് BSNL ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഉപഭോക്താക്കളെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ അവർക്ക് ഉപയോഗപ്രദമാകുമെന്നും പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നതും. ഇന്ത്യൻ ടെലികോം മേഖലയിൽ വലിയ കിടമത്സരങ്ങൾ നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ മേധാവിത്വത്തിന്റെ പൊതുമേഖല സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ കടന്നുവരുന്ന വരവാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ തങ്ങളുടെ സേവനങ്ങൾ സംബന്ധിച്ച് കമ്പനി പുതിയ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. BSNLിന്റെ eSIM സേവനങ്ങൾ 2025 മാർച്ചോടെ അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സിംഗിൾ ഫിസിക്കൽ സിം കാർഡ് സ്ലോട്ട്, eSIM സ്ലോട്ട് എന്നിവ ഉപയോഗിക്കുന്ന ആപ്പിൾ, ഗൂഗിൾ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത തന്നെയാണിതെന്ന് പറയാം. രാജ്യത്തുടനീളം 2025 ജൂൺ മാസത്തോടെ 4G സേവനങ്ങൾ ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി അനുബന്ധ സേവനങ്ങളായ വോൾട്ട് അല്ലെങ്കിൽ വോൾട്ട് വൈഫൈ എന്നിവയും നടപ്പാക്കുന്നുണ്ട്. BSNL നിലവിൽ നിരക്ക് വർധന വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കമ്പനി കൺസ്യൂമർ മൊബിലിറ്റി ഡയറക്ടർ സന്ദീപ് ഗോയൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BSNLിന്റെ 4G നെറ്റ്വർക്ക് 22,000 ടവറുകളിലെയാണ് സേവനം ലഭ്യമാക്കുക. ഇതോടെ കമ്പനിക്കാകെ 1,00,000 ടവറുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായുള്ള വികസനത്തിന്റെ ഭാഗമായി ടവറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. സമീപകാലത്തായി നിരവധി സേവനങ്ങളാണ് BSNL തന്നെ അവതരിപ്പിക്കുന്നത്. ഗ്ലോബൽ സാറ്റലൈറ്റ് ഫോർ സർവീസ് എന്നാണ് ശ്രദ്ധേയമായ കാര്യം. രാജ്യത്ത് എക്സ്ക്ലൂസീവ് സേവനങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമാണിത്. കൂടാതെ ഡയറക്ട് ടു ഡിവൈസ് സാറ്റലൈറ്റ് സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി കൂടിയാണിത്. സ്വകാര്യ ടെലികോം കമ്പനികൾ അരങ്ങുവാണിരുന്ന ഭൂമിയിലേക്ക് BSNL കരുത്തോടെ ചുവടുകൾ വെച്ചാണ് വിപണി മത്സരം രൂക്ഷമാക്കിയത്. 2024 ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർധനയിൽ വരുത്തിയത് BSNLിന്റെ നേട്ടമായി മാറി. കമ്പനിക്ക് നിരവധി പുതിയ ഉപഭോക്താക്കളെ ലഭിച്ചു. ചിലവ് വളരെയധികം കൂടിയപ്പോൾ പല സ്വകാര്യ ടെലികോം കമ്പനി ഉപഭോക്താക്കളും മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം പ്രയോജനപ്പെടുത്തി BSNLിലേക്ക് ചുവടുമാറുകയും ചെയ്തു. രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവയ്ക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ തോതിൽ ഉപഭോക്താക്കളെ നഷ്ടമായിരുന്നു. ഇതേസമയം പൊതുമേഖലാ സ്ഥാപനമായ BSNL പുതിയ ഉപഭോക്താക്കളെ തന്നെ നേടുകയായിരുന്നു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ ചിലവേറിയ താരിഫ് പ്ലാനുകളാണ് ഉപഭോക്താക്കൾ BSNLിലേക്ക് ചുവടുമാറാനുള്ള പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ ടെലികോം കമ്പനിയായ BSNLിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചതിനു ശേഷം കമ്പനി ഉപഭോക്താക്കൾക്കായി പുതിയ ഓഫറുകൾ കൊണ്ടുവരുന്നു. ജിയോ, എയർടെൽ, VI എന്നിവ ഉപേക്ഷിച്ച് BSNL ഉപഭോക്തൃ അടിത്തറ കുറവാണെങ്കിലും കമ്പനി അതിന്റെ വില കുറഞ്ഞ പ്ലാനുകൾ ഉപയോഗിച്ച് സ്വകാര്യ കമ്പനികളുടെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കളുടെ പിരിമുറുക്കം അവസാനിപ്പിച്ച് BSNL ഒരു പ്ലാൻ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്.